തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രതിനിധികളായി ബൂത്തിലിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ കൊടുത്ത പൈസ പോലും മുക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാ നിങ്ങളോട് ചോദിക്കുവാനുള്ളത് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ എന്നാണ്. സംഭവം നടക്കുന്നത് അതിരമ്പുഴയിലാണ്. അതിരമ്പുഴയിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭക്ഷണവും വെള്ളവും ബൂത്തിലെത്തിക്കുവാൻ കുറച്ച് കാശ് കൊടുത്തിരുന്നു. പക്ഷേ കോൺഗ്രസ്സുകാരല്ലേ ആൾക്കാർ, നേതാക്കന്മാരെല്ലാവരും കൂടി ആ സാധാരണക്കാരായ പ്രവർത്തകരുടെ അന്നം മുടക്കിക്കൊണ്ട് ആ കാശും മുക്കിയിരിക്കുന്നു. ഈ വീട്ടിൽ ഇരുന്ന് ഈ ബൂത്തിൽ ഇരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും ഇവിടെ ആരും ഇല്ല. അതാണ് എന്റെ കാര്യം. എവിടെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ രാവിലെ ആര് നിങ്ങൾ എവിടെ ഇരുന്നു? നിങ്ങൾ ബൂത്തിലിരുന്നു. നിങ്ങൾ ബൂത്തിലിരുന്നു. നിങ്ങൾ ബൂത്തിലിരുന്നു. ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഞങ്ങൾ ഈ ബൂത്തിലിരുന്നു. ഞങ്ങൾ ഈ ബൂത്തിലിരുന്നു. ഇത്രയും പേരുണ്ടായിരുന്നു. ഞാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാനാണ് നിൽക്കുന്നു. ഇത്രയും പേരുണ്ടായിരുന്നു. ഇല്ല ഈ ബൂത്തിൽ ഒരു ഈ ബൂത്തിൽ ഇന്ന് ആരങ്ങാവെള്ളം പോലും രാവിലെ പോലും. സംഭവം നടക്കുന്നത് അതിരമ്പുഴയിലാണ്. ക്യാഷ് മുക്കിയെന്നാരോപിച്ച് സംഘർഷമുണ്ടായിരിക്കുന്നു. അതും പ്രവർത്തകരും നേതാക്കന്മാരും തമ്മിൽ. തിരഞ്ഞെടുപ്പിന്റെ അന്ന് പ്രവർത്തകർക്ക് ഭക്ഷണവും വെള്ളവുമില്ലാതെ ബൂത്തിലിരിക്കേണ്ട സാഹചര്യം വന്നു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ അതിരമ്പുഴയിലെ കോൺഗ്രസ് നേതാക്കന്മാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത്. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണേ. കേവലം 3-4 പേർക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കുവാനുള്ള കാശായിരിക്കാം കൊടുത്തുവിട്ടത്. കൂടിപ്പോയാൽ 500 രൂപ. ഈ 500 രൂപ പോലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുക്കിയിട്ടുണ്ടെങ്കിൽ, പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെയൊക്കെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കള്ളന്മാരുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. 500 രൂപ പോലും പ്രവർത്തകർക്ക് വേണ്ടി മുടക്കാതെ മുക്കുന്ന ഇവന്മാരാണ് കേരളത്തിന്റെ അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് വീരവാദമടിക്കുന്നത്. അതിരമ്പുഴയിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുക. കാര്യം 500 രൂപയൊക്കെ തട്ടിപ്പ് നടത്തുന്നത് ഒരു തട്ടിപ്പാണോ എന്നൊരു ചോദ്യം വരാം.